DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ഇന്ന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇടിമിന്നൽ അപകടകാരിയാണ്, അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നലെ വേനൽ മഴ ലഭിച്ചിരുന്നു. അതേസമയം സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ കടുത്ത ചൂട് തുടരുകയാണ്. 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നലെ കൂടിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവില ഇന്ന് പവന് 360 രൂപയാണ് വർദ്ധിച്ചത്. 1,12,080 രൂപയാണ് ഇന്നത്തെ പവൻ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് വർദ്ധിച്ചത്. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ സീറ്റുകൾക്കിടയിൽ നിയമാനുസൃതമായ അകലമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ബസ് യാത്രക്കാരുടെ കാൽമുട്ടുകൾ സീറ്റുകൾക്കിടയിൽ കുടുങ്ങുന്നതും യാത്ര ദുഷ്കരമാകുന്നതും സംബന്ധിച്ച പരാതിയിലാണ് കമ്മീഷൻ ഇടപെടൽ. സീറ്റുകൾ തമ്മിൽ പുറകിലേക്ക് കുറഞ്ഞത് 68.5 സെന്റിമീറ്റർ അകലം പാലിക്കണമെന്ന് കോഴിക്കോട് RTO കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. സീറ്റുകൾക്കിടയിൽ സ്ഥലമില്ലാത്ത ബസ്സുകളുടെ നമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സപ്ലൈകോയിലെ പ്രത്യേക ഓഫർ ഇന്ന് അവസാനിക്കുകയാണ്. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നവർക്ക് 1 രൂപയ്ക്ക് 1 കിലോ ശബരി പുട്ടുപൊടി നൽകുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരുന്നത്. വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിലെ മഷിയടയാളം പരിശോധിച്ച ശേഷമായിരിക്കും പുട്ടുപൊടി നൽകുക. വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടായിരുന്നു ഈ ഓഫർ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഏപ്രിൽ 10, 11 തീയതികളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്കാണ് ഈ ഓഫർ ലഭ്യമാവുക. സപ്ലൈകോയിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡിയില്ലാത്ത സാധനങ്ങൾ വാങ്ങണമെന്ന നിബന്ധന കൂടിയുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് 60 വയസ്സ് തികഞ്ഞ വ്യക്തികൾക്ക് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കും 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ വിസ്തീർണമുള്ള വീടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിലോ വീട്ടിൽ 1000 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള 4 ചക്ര സ്വകാര്യ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അനർഹരാകുന്നതാണ്. മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം, ആധാർ കാർഡ്, റേഷൻ കാർഡ് പകർപ്പ്, ബാങ്ക് രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ട പ്രധാന രേഖകൾ. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. ഓരോ മാസവും ഈ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുന്നതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെൻഷൻ 3000 ഉയർത്തുമെന്ന് സംസ്ഥാനത്തെ പ്രധാന മുന്നണികളൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. അതിനാൽ പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്തിയാൽ ഓരോ മാസവും ഈ തുക ലഭിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. അതിനാൽ അർഹതയുള്ളവർ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.